ഞാൻ സിബിക്കുട്ടി ഫ്രാൻസിസ്, വർക്കിംഗ് പ്രസിഡന്റ്, കേരള എലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ ANTUC. KCB ജീവനക്കാരുടെ നാളുകളായി തടയപ്പെട്ടിരുന്ന DAയിൽ ഒരു ഗഡു 4% ബോർഡ് യോഗത്തിൽ തീരുമാനിക്കുകയുണ്ടായി. DA എന്ന് പറയുന്നത് ജീവനക്കാരൻ്റെ അവകാശമാണ്, അതെല്ലാവരുടെയും അവകാശമാണ്. ഇടത് സർക്കാർ വന്നതിന് ശേഷം DA വർഷങ്ങളായിട്ട് ഇങ്ങനെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇടയ്ക്കൊരു DA തന്നു, അതിനും മുൻകാല പ്രാബല്യമില്ലാതെ കുടിശ്ശിക തന്നിട്ടില്ല ഇതുവരെ. കുടിശ്ശികയില്ലാതെ, അതായത് മുൻകാല പ്രാബല്യം, മുൻകാലങ്ങളിലെ DA അതാത് കാലങ്ങളിൽ കിട്ടേണ്ടതാണ്. അത് അന്ന് കിട്ടേണ്ടത് താമസിച്ചു പോയിട്ടും താമസിച്ചാണെങ്കിൽ തരേണ്ടതാണ്, തന്നില്ല. ഇപ്പോൾ വീണ്ടും 16% വീണ്ടും കൂടി പെൻഡിങ്ങിൽ കിടക്കുന്നു. അത് വേറൊരു വശം. റിട്ടയർ ആകുന്നവർക്കൊക്കെ എത്രമാത്രം നഷ്ടമുണ്ടെന്നറിയാവും. ഓരോ ജീവനക്കാരനും 10,000 ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടങ്ങളാണ് ഈ DA കൊടുക്കാതെ വരുന്നതിലൂടെ വരുന്നത്. അപ്പം ഇങ്ങനെയൊക്കെ ആണേലും ഒരു DA കിട്ടിയപ്പോൾ ഇവിടെ ഭയങ്കര തട്ടഹസിക്കുക ചിലര്, ഏതാണ്ട് വലിയ ആനക്കാര്യം നടന്ന പോലെ. 16% ഇപ്പോഴും പെൻഡിങ് കിടക്കുക. പണ്ട് UDF കാലത്ത് ഏതാണ്ട് ഒരു 1.5 വർഷത്തോളം DA പെൻഡിങ് ആയതിൻ്റെ പേരിൽ നമ്മളെല്ലാവരും കൂടെ സമരം ചെയ്തതാണ്. മറന്നുപോയോ? ഞങ്ങളും സമരം ചെയ്തു, നമ്മൾ ഒരുമിച്ച് സമരം ചെയ്തു. അന്നത്തെ സാമ്പത്തിക സ്ഥിതി, കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി, KSEBയുടെ സാമ്പത്തിക സ്ഥിതിയൊക്കെ വളരെ മോശമായിരുന്നു. KSEBയുടെ സാമ്പത്തിക സ്ഥിതി എന്ന് പറഞ്ഞാൽ ലാവലിൻ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, KDPP 450 കോടി മുടക്കിയ വിഷയങ്ങൾ ഇപ്പൊ എന്ത് അടച്ചുപൂട്ടി കിടക്കുക. അങ്ങനെ വൻ കടക്കണിയിലെത്തി. അതായത് ഓരോ മാസവും ശമ്പളം കൊടുക്കണമെങ്കിൽ അന്ന് KSEBക്ക് പ്രതിമാസം 50 കോടി കടമെടുക്കണമായിരുന്നു. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അതിനു മുമ്പിലത്തെ ഇടതുപക്ഷ ഭരണത്തിന്റെ അനന്തരഫലം, ലാവലിൻ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ. അതുപോലെ KSEBയിൽ പണ്ട് കോട്ടയത്തുള്ള ഒരു സഹകരണ സംഘത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി, ഇടതുപക്ഷം ഭരിക്കുന്ന ഒരു സഹകരണ സംഘത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി KSEBയുടെ കലണ്ടർ കൊണ്ട് അവിടെ അടിച്ചിട്ട് 5 രൂപയ്ക്കെന്ന് കലണ്ടർ നാട്ടിലടിക്കുമ്പോൾ 50 രൂപയ്ക്ക് കൊണ്ട് അവിടെ അടുപ്പിച്ചു. 1998 കാര്യമാണെന്ന് വിചാരിക്കണം. അങ്ങനെയൊക്കെ ഇവിടെ ഒത്തിരി കോപ്രായങ്ങൾ കാണിച്ച് കോടികൾ നഷ്ടം വരുത്തി. അന്ന് 2001 UDF സർക്കാർ വരുമ്പോൾ ശമ്പളം കൊടുക്കാൻ പോലും നിവൃത്തിയില്ലാത്ത അവസ്ഥയായിരുന്നു. ഞാനന്ന് ഫിനാൻസ് ജോലി ചെയ്തിട്ടുള്ള ബാങ്കുകളിൽ പോയി കടമെടുത്തിട്ടുണ്ട്. പക്ഷെ അങ്ങനെ പോയെങ്കിലും അവസാനം 2006 ആയപ്പോഴത്തേക്കും വിവിധ ബാങ്കുകളിൽ 3000 കോടി ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇട്ടിട്ടാണ് UDF സർക്കാർ ഭരണത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. UDF സർക്കാരിന് ഭരണത്തിൽ വരുമ്പോൾ 2001, അതായത് മുൻ ഇടത് സർക്കാരിന്റെ ബാക്കി പത്രത്തിന്റെ ഭാഗമായിട്ട് അന്ന് PF അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, കൊച്ചിനെ കെട്ടിച്ചു വിടാൻ വേണ്ടി PF അപ്ലൈ ചെയ്താൽ കൊച്ചിനെ കെട്ടിച്ചു വിട്ട് കൊച്ചിന് കൊച്ചുണ്ടായി കഴിഞ്ഞാലും PF കിട്ടൂല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതൊക്കെ മാറി 5 വർഷം UDF സർക്കാർ ഭരിച്ച് 1 യൂണിറ്റ് വൈദ്യുതിക്ക് 20 പൈസ വരെ കുറച്ചു കൊടുത്തു ഡൊമസ്റ്റിക് ഉപഭോക്താക്കൾക്ക്. 3000 കോടി ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇട്ടു. അങ്ങനെ ആക്കിയാണ് ഇറങ്ങിപ്പോകുന്നത്. അപ്പൊ ആ കാലഘട്ടത്തിൽ, തുടക്ക കാലഘട്ടത്തിൽ ഇച്ചിരി ബുദ്ധിമുട്ട് വന്നപ്പോൾ സ്വല്പം DA താമസിച്ചാണ് ഇപ്പോഴും എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നയാ പൈസ ഇല്ലാതെ മുഴുവൻ പൈസയും കൊടുത്തിട്ടാണ് UDF സർക്കാർ പോകുന്നത്. കുടിശ്ശിക മുഴുവൻ തീർത്തു കൊടുത്തു. അന്ന് ഇന്നത്തെ പോലല്ല, കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചു കഴിയുമ്പോൾ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിട്ട് പിന്നെ ബോർഡ് മീറ്റിംഗ് കൂടിയാണ് DA കിട്ടുന്നത്. അതും കൃത്യം സംസ്ഥാന സർക്കാർ പ്രഖ്യാപിക്കുമ്പോൾ തന്നെ UDF കാലത്ത് DA കൊടുത്തിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ ആര്യടൻ സാറിന്റെ കാലത്തിറക്കിയ നമ്മളെ ഒപ്പുവെച്ച ശമ്പള ഭക്ഷണ കരാർ പ്രകാരം, ദീർഘകാല കരാർ പ്രകാരം കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് പ്രഖ്യാപിച്ചാൽ ഉടൻ KCB ജീവനക്കാർക്ക് DA കൊടുക്കണം. അങ്ങനെ കരാറിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം മറ്റുള്ളവർക്ക് കൊടുക്കാതിരിക്കുന്നു അല്ല വിഷയം. ഇവിടുത്തെ സംബന്ധിച്ചിടത്തോളം അത് കരാർ വിരുദ്ധമാണ് ഈ DA കൊടുക്കാതിരിക്കുന്നത്. കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് പ്രഖ്യാപിച്ചാൽ ഉടൻ കൊടുക്കേണ്ടതാണ്. പക്ഷെ അത് തടയപ്പെട്ടിരിക്കുകയാണ്. ആര്യടൻ സാറിന്റെ കാലത്ത് വെച്ച് കരാറിന്റെ നഗ്ന ലംഘനമാണ് ഈ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് കൂട്ടുനിൽക്കുകയാണ് ഇവിടുത്തെ ഇടതുപക്ഷ സംഘടനകൾ, 53% അംഗീകാരമുള്ളവരൊക്കെ. എന്നിട്ട് ഒരു DA ഇപ്പൊ കിട്ടിയപ്പോൾ ആർത്തുല്ലസിച്ച് മുദ്രാവാക്യം വിളിച്ച് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് നടക്കുന്നവരോട് പറയുകയാണ്, ആ മുൻകാല പ്രാബല്യം വാങ്ങിക്കൊടുക്കണം, ജീവനക്കാർക്ക് കുടിശ്ശിക വാങ്ങിക്കൊടുക്കണം, ജീവനക്കാരന് അർഹതപ്പെട്ടതാണ് DA, അത് നിഷേധിക്കാൻ പാടില്ല. അതുകൊണ്ട് ബാക്കി പെർസെൻറ്റേജ് വാങ്ങിക്കൊടുക്കാൻ നമുക്ക് എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട്. ജീവനക്കാരുടെ വിഷയത്തിൽ പണിമുടക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, പണിമുടക്ക് നടത്തിയ ഒരു സംഘടനയാണ് ഞങ്ങൾ. മറ്റവർ പണിമുടക്ക് നടത്തിയിട്ട് പ്രഖ്യാപിച്ച് നോട്ടീസ് നൽകിയിട്ട് പണിമുടക്ക് പിൻവലിച്ചു, എന്നിട്ട് ഏതാണ്ട് രക്ഷപ്പെടുത്തി എന്ന് പറഞ്ഞാണ് ഇപ്പോൾ നടക്കുന്നത്. അതുകൊണ്ട് പണിമുടക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് കിടക്കണമെങ്കിൽ ഞങ്ങളുടെ സംഘടന ഇതിന് തയ്യാറാണ്. അതായത് മാനേജ്മെന്റിലുള്ളവർ കാണിക്കുന്ന കോപ്രായങ്ങൾ, 40 കോടി കിട്ടേണ്ട സ്ഥലം 4 കോടിക്ക് വിൽക്കുന്നു, കൺസൾട്ടൻസി കരാറുകൾ നൽകുന്നു. അങ്ങനെ ഇവിടെ ജീവനക്കാരുടെ എണ്ണം 10,000-ഓളം കുറഞ്ഞു കിടക്കുന്നു. ജീവനക്കാർ അമിതഭാരം ജോലി ചെയ്യുന്നു. എവിടെ നോക്കിയാലും വില കുറഞ്ഞ വൈദ്യുതി വേണ്ടാന്ന് വെച്ചിട്ട് വില കൂടിയത് വാങ്ങുന്നു.
കരാറുകൾ പർച്ചേസുകൾ തോന്നിവാസം നടത്തുന്നു. സ്പേസർ ഇട്ട സ്ഥലത്തെ മുഴുവൻ സ്പേസർ എടുത്തിട്ട് ഇപ്പം ABC കേബിൾ വെക്കുക, അത് മുഴുവൻ എടുത്ത് വേസ്റ്റ് ആക്കി കളയും. പിന്നെ ഒരു സൈഡിൽ കിടും ഒരു സൈഡിൽ കൂടെ കളയും. അങ്ങനെ തോന്നിവാസം പർച്ചേസ്, ക്വാളിറ്റി ഇല്ലാത്ത സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നു. അങ്ങനെ എവിടെ നോക്കിയാലും KSEBയിൽ അഴിമതി നടത്തിക്കൊണ്ടിരിക്കുന്നതിനൊക്കെ പണമുണ്ട്. ജീവനക്കാരൻ, ജോലി ചെയ്യുന്ന ജീവനക്കാരൻ, അതായത് ഏതാണ്ട് 10,000 പേരുടെ ജോലി കൂടുതൽ ചെയ്യുന്ന ജീവനക്കാരന് DA കൊടുക്കാൻ പണമില്ല എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റില്ല ഇവിടെ. അതുകൊണ്ട് ഒരിക്കൽ കൂടി പറയുകയാണ്, ഭരണകക്ഷി സംഘടനകൾ ഒരു സൈഡിൽ, ഞങ്ങൾ മറ്റൊരു സൈഡിൽ. അപ്പോൾ ഇവിടെ ഭരണകക്ഷി സംഘടനകൾ വീം പഠിച്ചുകൊണ്ട് നടക്കുന്ന സംഘടനകളോട് പറയുകയാണ്, ആ മുൻകാല പ്രാബല്യം എന്നോട്ടാണോ കിട്ടേണ്ടിയിരുന്ന ആ കാലഘട്ടത്തിലെ മുഴുവനും, അതായത് കുടിശ്ശിക ഉൾപ്പെടെ കിട്ടാനുള്ള നടപടികൾ സ്വീകരിക്കണം. അത് ജീവനക്കാർക്ക് അർഹതപ്പെട്ടതാണ്. അല്ലെങ്കിൽ ശക്തമായ നടപടികളിലേക്ക്, സമരം ഉൾപ്പെടെ, പണിമുടക്ക് ഇനിയും വേണ്ടി വന്നാൽ മുടക്കാൻ ഞങ്ങൾ തയ്യാറാണ്, ഞങ്ങൾ ഇതിലേക്ക് കടക്കും എന്ന് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.